കിഴക്കേക്കോട്ടയിലെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്നത് മുതൽ കാണുന്നത് ഈ തിരക്കിനെ പറ്റി പറയാതിരിക്കുന്നതാണ്. കാരണം തിരക്കിന് ഒരു കുറവുമില്ല. വലിയ തിരക്ക് കഴിഞ്ഞ വർഷത്തേലും എനിക്ക് തോന്നുന്നു കൂടുതലാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ദർശനം കഴിഞ്ഞതിന് ശേഷം പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടക്കുന്നത് ഈ പൊങ്കാല വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അതിനു മുന്നേ ഉള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കച്ചവടക്കാരുടെ കാര്യം കൂടി പറയേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ കഴിയുന്നൊരു മറ്റൊരു കാര്യമാണ്. അതായത് പൊങ്കാല എത്തിയെന്ന് ഈ നാട് അറിയുന്നത് തന്നെ കച്ചവടക്കാരുടെ വരവോടെയാണ്. പല ദേശങ്ങൾ താണ്ടി കച്ചവടത്തിനായി ഒരുപാട് പേരെത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രവും കിഴക്കേക്കോട്ടയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ. കാരണം ഒരുപാട് കച്ചവടക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഭക്തർക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന റോഡിന് ഇരുവശവും അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഭക്തർക്ക് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഞാൻ രാവിലെ ഓഫീസിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് വരുന്ന വഴിയിലൊക്കെ അത് കണ്ടതാണ്. കിഴക്കേക്കോട്ടയിൽ നമ്മൾ ഈ നിൽക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തും ഒരുപാട് സന്നദ്ധ സംഘടനകളുടെ സേവനങ്ങൾ ഇവിടെയുണ്ട്. ഞാൻ വന്നപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി രാവിലെ അവർക്ക് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഒരു വിഭാഗം. മറ്റൊരിടത്ത് ചോറും കറികളും ഒക്കെ ഉച്ചയ്ക്ക് അവർക്ക് അന്നദാനം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അവരെ ഭക്തരെ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടാണ്, ഇന്നലത്തെ പോലെയുള്ള അന്തരീക്ഷമല്ല. ഇന്നലെ നമ്മൾ ആറ്റുകാലിൽ നിന്ന സമയത്തൊക്കെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഈ സമയമൊക്കെ നല്ല ചൂട് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. കുംഭച്ചൂടെന്ന് വെറുതെ പറയുന്നതല്ല, ആ ചൂടിന് കാഠിന്യം കൂടി വരികയാണ് ഇന്ന്. പക്ഷേ ആ ചൂടിനെയൊക്കെ അവഗണിച്ച് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ, കാരണം ഇതിനു മുമ്പും ഞാൻ ഇന്ന് രാവിലെ സംസാരിച്ച ഒരമ്മ 35 വർഷമായി മുടങ്ങാതെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരമ്മയെ കണ്ടു. അങ്ങനെ ഓരോ ആഗ്രഹങ്ങൾ പറയാൻ, പ്രാർത്ഥനകൾ പറയാൻ വേണ്ടി അവർ എത്തുന്നു. ഈ ചൂടിനെയൊക്കെ മാറ്റി അതിനെ പ്രതിരോധിച്ച് കൃത്യമായി അവരെ സഹായിക്കാൻ വേണ്ടി മറ്റുള്ളവർ അങ്ങനെ കിഴക്കേക്കോട്ട ഇനിയിപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറില്ല, 1.5 മണിക്കൂർ അടുപ്പിച്ചേ ഉള്ളൂ. 10:15 എന്ന സമയത്ത് പണ്ടാരടുപ്പിൽ തീ കത്തുന്നതോടുകൂടി കിഴക്കേക്കോട്ടയിലും അടുപ്പിലേക്ക് മറ്റ് അഗ്നി പകരും. അങ്ങനെ ആ പൊങ്കാലയ്ക്ക് തുടക്കമാകും. അതിനുള്ള കാത്തിരിപ്പാണ്. രാവിലെ തന്നെ ഈ വെയിൽ ആകുന്നതിന് മുമ്പേ തന്നെ അവരുടെ മുന്നൊരുക്കങ്ങൾ, വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി കാത്തിരിക്കുകയാണ് ഓരോ ഭക്തയും.